ഞാനിവിടെ വന്നേക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായ നമ്മുടെ ദിലീപേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ്. പിന്നെ നമ്മൾ ഇന്നലെ എല്ലാവരും മനസ്സിലാക്കിയല്ലോ ദിലീപേട്ടൻ നിരപരാധിയാണെന്നുള്ളത്. അപ്പം അത് നിങ്ങൾ ഈ ലോകം മുഴുവൻ അറിഞ്ഞൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ചെയ്യാത്ത കുറ്റത്തിന് ദിലീപേട്ടനെ മനഃപൂർവ്വം ഇത് ചെയ്യുന്നത് വരുത്തി തീർത്ത് ഒരുപാട് 8-9 വർഷം ദിലീപേട്ടനെ ഒരുപാട് മാനസികമായി തകർത്തു. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ, ദിലീപേട്ടൻ എന്നൊരു വ്യക്തിയെ വളർച്ച കണ്ട് അസൂയപ്പെട്ട ആരോ ഈ ചതി ചെയ്തതാണ്. അത് ഇന്നലെ ഇതാണ് ദൈവം ചോദിക്കും. ദൈവം എന്നൊരു ശക്തി ഉള്ളത് കൊണ്ടാണ് ഇന്നലെ സത്യസന്ധമായ ഒരു വിധി വന്നത്. ഇപ്പം അന്ന് മുതൽ ദിലീപേട്ടനെ ഈ കേസിൽ കുരുക്കി അന്ന് മുതൽ നമുക്കും എനിക്കും എൻ്റെ ഫാമിലിക്കും 100% വിശ്വാസമാണ്. ദിലീപേട്ടൻ ഇത് ചെയ്തിട്ടില്ലെന്നും ദിലീപേട്ടൻ നിരപരാധിയാണെന്നും 100% വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഇപ്പോഴും നമ്മളിലുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വ്യക്തത ഇന്നലെ നമ്മൾ കോടതിയിൽ അത് മനസ്സിലാക്കിയത് ഈ ലോകം മുഴുവൻ ആൾക്കാർ കണ്ടതാണല്ലോ. 2017 മുതൽ ഇത്രയും 8-9 വർഷം മുതൽ ദിലീപേട്ടൻ എന്തുമാത്രം വേദന അനുഭവിച്ചു, എന്തുമാത്രം ദിലീപേട്ടൻ്റെ കരിയറിനെ, ദിലീപേട്ടൻ്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. പക്ഷേ ദൈവം എന്നുള്ള വ്യക്തി, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവ സത്യത്തിലൂടെ നിൽക്കൂ. ആ സത്യസന്ധതയാണ് ഇന്നലെ തെളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ദിലീപേട്ടന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാനും എൻ്റെ കുടുംബവും ചെയ്തു. കരിക്കേത്ത അമ്മയ്ക്ക് പിന്നെ വിളക്ക് നേർന്നു, വിളക്ക് നമ്മൾ സമർപ്പിച്ചു. പിന്നെ അത് 101 വീട് ഭിക്ഷ എടുത്താണ് നമ്മൾ അത് സമർപ്പിച്ചത്. അതുകൂടാതെ അവിടെ തന്നെ അമ്മേരെ നടയിൽ തുലാഭാരം, പിന്നെ മോളെക്കൊണ്ട് തുലാഭാരം ചെയ്യിപ്പിച്ചു. പിന്നെ മണികെട്ടമ്പലത്തിൽ നമ്മൾ പിടിപ്പണം, ദിലീപേട്ടന് വേണ്ടി പിടിപ്പണം വാരി. പിന്നെ ആറ്റുകാലമ്മയുടെ നടയിൽ നേർച്ച ചെയ്തു. ഒരുപാട് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ദിലീപേട്ടൻ ഞാനും എൻ്റെ കുടുംബവും ചെയ്തു. ദിലീപേട്ടൻ നിരപരാധിയാണെന്ന് നമുക്ക് 100% അറിയാം. പിന്നെ ഒരുപാട് പിന്നെ പഴമങ്ങാടി ഗണപതി ഇനി ഒരു തേങ്ങ നേർച്ചയുണ്ട്. അത് 101 തേങ്ങ നേർച്ചയുണ്ട്. അതിപ്പോൾ നമ്മൾ ഉടനെ നേർച്ച ചെയ്യും. പിന്നെ ആ ഒരു നേർച്ച നമ്മൾ നേർച്ച ചെയ്യാറുള്ളത്. അത് മാത്രമല്ല ആറ്റുകാലുമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ ഈ ഒരു കാരുണ്യം 100% ദിലീപേട്ടനുണ്ട്. ദൈവാനുഗ്രഹമുണ്ട്. സത്യം തെളിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. ദിലീപേട്ടൻ പഴയതുപോലെ നല്ല നിലയിൽ വരണമെന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നു. ദിലീപേട്ടന് ഏകദേശം 2017 മുതൽ ഇങ്ങോട്ട് ഏകദേശം ഇത്രയും 8-9 വർഷം ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. എന്തുമാത്രം സിനിമകൾ നഷ്ടപ്പെട്ടു. ദിലീപേട്ടൻ്റെ പുതിയ സിനിമകൾ നമ്മൾ കാത്തിരിക്കുന്നു. പിന്നെ ദിലീപേട്ടൻ അമ്മാ സംഘടനയിൽ വരണം. പിന്നെ പഴയതിനെക്കാട്ടി പുതിയ നിലയിൽ എത്താൻ വേണ്ടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. പിന്നെ ദൈവത്തോട് ഒരുപാട് വീണ്ടും നന്ദി പറയുന്നു. ഈ സത്യസന്ധമായി ദൈവം സത്യമേ ജയത എന്ന് പറയുമ്പോൾ ദൈവ സത്യത്തിലൂടെ നിൽക്കൂ. സത്യം തെളിഞ്ഞതിൽ ഒരുപാട് നന്ദി. ദിലീപേട്ടൻ്റെ ആ സത്യം മനസ്സിലാക്കിയതിന് പിന്നെ ഒരുപാട് നന്ദിയുണ്ട്. ആ കോടതി വിധി വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ദിലീപേട്ടന് ഈ കോടതി വിധി വന്നതിന് ശേഷവും ഒരുപാട് പേര് വീണ്ടും ദിലീപേട്ടനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഇപ്പം തന്നെ അമ്മാ സംഘടനകൾ എടുക്കുമ്പോൾ തന്നെ പലവർക്കും ഒരു വിരോധമുണ്ട്. അങ്ങനെ വിരോധപ്പെട്ടൊന്നും കാര്യമില്ല. നമ്മൾ സമൂഹം ലോകം മുഴുവൻ അറിഞ്ഞതാണ് ദിലീപേട്ടൻ നിരപരാധിയാണെന്നും ദിലീപേട്ടൻ സത്യസന്ധനാണെന്നും.